ഹായ് ഓൾ, എൻ്റെ പേര് അനന്തു. സൈലം ലേണിംഗിലെ ഫിസിക്സിൻ്റെ ഫാക്കൽറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ +2 എക്സാംസിൻ്റെ റിസൾട്ട്സ് ഒക്കെ വന്ന് നിങ്ങൾ എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ പെർസെൻറ്റേജും A+% ഒക്കെ ആഘോഷിക്കുന്ന സമയങ്ങളായിരിക്കും. കുറേ പേർക്ക് ഒരുപാട് ഫുൾ A+കൾ കിട്ടിയിട്ടുണ്ട്, കുറേ പേർക്ക് ആ ഒരു ആവറേജ് ലെവലിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ വർഷം റിസൾട്ട്സ് ഒക്കെ നോക്കുമ്പോഴും ഫുൾ A+ കിട്ടിയവരുടെ എണ്ണമൊക്കെ വളരെ കൂടുതലാണ്. എന്നാലും ടോട്ടൽ ശതമാനം ഒക്കെ എടുക്കുമ്പം വളരെ കുറവായിട്ടൊക്കെ ഈ വർഷത്തെ +2 റിസൾട്ട് അനലൈസ് ചെയ്യുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് ശേഷമാണല്ലോ നിങ്ങൾ ഇനി എങ്ങോട്ട് പോകണം, ഏത് ഫീൽഡിലേക്ക് പോകണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുക. അപ്പം നിങ്ങളൊരു സയൻസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വഴിതിരിഞ്ഞ് എങ്ങനെയായാലും സൈലത്തിൻ്റെ ജീനിയസ് ചാനൽ എത്തുന്നതാണ്. സോ നിങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും ഇനി ഫേസ് ചെയ്യേണ്ടത് ശരിക്കും ഒരു മത്സര പരീക്ഷയെ തന്നെയാണ്, അല്ലേ? അതായത് നിങ്ങൾക്കറിയാം, സയൻസ് റിലേറ്റഡ് ആയിട്ട് എഞ്ചിനീയറിംഗ് സയൻസ് ഫീൽഡുകളിലേക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായി വരുന്ന പരീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോയിന്റ് എൻട്രൻസ് എക്സാം ആണ്. JEE മെയിൻസ് ആൻഡ് അഡ്വാൻസ് ആണ്. അപ്പം നിങ്ങൾ +2 പഠിക്കുന്നു, +2 പെർസെൻറ്റേജ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ +2 മാർക്കുകൾ സ്കോർ ചെയ്യുന്നു. അതിനുശേഷം ഒരു എൻട്രൻസ് എക്സാമിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഷിഫ്റ്റ് ചിലപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സ് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടറിഞ്ഞിട്ടുണ്ടാവും. കുറേ പേര് പറയുന്നതൊക്കെ ഇതൊരു വല്ലാത്തൊരു എൻവയോൺമെൻ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശരിക്കും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ് ശരിക്കും ഇത്. ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊരു +2 നിങ്ങൾ സ്കോർ ചെയ്യുന്നു, +2 മാർക്കുകൾ നിങ്ങൾ വാങ്ങിക്കുന്നു, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങളുടെ സബ്ജക്ട്സിനനുസരിച്ചുള്ള മാർക്കുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അനാലിസിസിലാണ് നിങ്ങൾ ഇനി മുന്നോട്ടുള്ള ഭാവി തിരഞ്ഞെടുക്കുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. സോ നിങ്ങൾ ഈ +2 പെർസെൻറ്റേജ്, അതായത് നിങ്ങൾ എത്രത്തോളം പെർസെൻറ്റേജ് സ്കോർ ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് ഈ പറഞ്ഞ നിങ്ങളുടെ മത്സര പരീക്ഷയിൽ, ഇപ്പോൾ JEE പോലെയുള്ള എക്സാമുകളിൽ നിങ്ങളുടെ വിന്നിങ് ചാൻസ് കൂടുതലാണോ അല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ +2 ഒരു 98% വാങ്ങിച്ചൊരു കുട്ടിയാണെന്ന് വിചാരിക്കാം. സ്റ്റേറ്റ് സിലബസിൽ 98% ആയിരുന്നു എൻ്റെ സ്കോർ. എനിക്ക് ഫുൾ A+ ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാനൊരു എൻട്രൻസ് എക്സാമിനെ അപ്രോച്ച് ചെയ്യുകയാണ്. അങ്ങനെ ഒരു എൻട്രൻസ് എക്സാമിനെ അപ്രോച്ച് ചെയ്തപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അല്ലെങ്കിൽ ഇപ്പം 98% നിന്ന് ഞാൻ +2 സ്കോർ ചെയ്തതിൽ നിന്നും ഒരു ഡ്രാസ്റ്റിക് എഫക്റ്റ് ചിലപ്പോൾ എനിക്ക് ഇപ്പുറത്ത് ഫീൽ ചെയ്തേക്കാം. അത് ഞാൻ പറയുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ കുട്ടികളുടെ ബേസിസിൽ തന്നെയാണ്. നമ്മുടെയും ഇതേപോലെ നമ്മുടെ കുട്ടികളുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം JEEക്ക് 98%ലും 96% ഉയർന്ന സ്കോറുകൾ വാങ്ങിച്ച കുട്ടികളുടെ +2 മാർക്ക് എന്ന് പറയുന്നതും ഏകദേശം 96% കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവസാനത്തെ ഒരു 2 മാസം കൊണ്ട് അക്യൂർ ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്ത് പഠിച്ച് നേടിയെടുത്തതാണ് അവരുടെ +2 പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അതായത് നമ്മുടെ ബോർഡ് എക്സാംസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ്ഡ് ആയി PYQs ഒക്കെ ചെയ്ത് പഠിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് നമ്മുടെ +2 ബോർഡ് എക്സാംസ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മളൊരു എൻട്രൻസ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ്സിന്റെ ക്ലാരിറ്റി വളരെയധികം അത്യാവശ്യമാണ്. എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര പെർസെൻറ്റേജ് നിങ്ങൾ +2 സ്കോർ ചെയ്തു എന്ന് പറഞ്ഞാലും, കൺസെപ്റ്റ് ക്ലാരിറ്റി ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഒരു JEE പോലെയുള്ള മത്സര പരീക്ഷകളൊന്നും നേരിടാൻ പറ്റില്ല. അത് തന്നെയാണ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ എ ബോർഡ് എക്സാം ആൻഡ് നമ്മുടെ എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത്. അപ്പം ഈ കൺസെപ്റ്റ് ക്ലാരിറ്റി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ശരിക്കും ഫണ്ടമെന്റലി നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം. JEE പോലെയുള്ള ഒരു എക്സാമിൽ നിങ്ങൾക്ക് +2, അപ്പോൾ നിങ്ങൾ വിചാരിക്കും +2 സ്കോർ ബേസിക്കലി എവിടെയും വേണ്ടേ എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ്. നമുക്ക് +2 ക്വാളിഫയിങ് എക്സാം ആയിട്ടാണ് നിങ്ങളുടെ എല്ലാ എൻട്രൻസ് പരീക്ഷകളും. നിങ്ങളിപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലായിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലായിക്കോട്ടെ, ഏത് എൻട്രൻസ് പരീക്ഷ എഴുതിയാൽ പോലും നിങ്ങളുടെ +2 മാർക്കിനെ ക്വാളിഫയിങ് എക്സാം ക്രൈറ്റീരിയ ആയിട്ട് അവർ കൺസിഡർ ചെയ്യാറുണ്ട്. ഞാൻ JEEയുടെ തന്നെ ഉദാഹരണം പറയാം. നിങ്ങൾ JEE മെയിൻസ് അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ വേണ്ടത് നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, കൂടെ ഒരു സബ്ജക്റ്റും പിന്നെ ഒരു ലാംഗ്വേജും ഇംഗ്ലീഷ് ആയിരിക്കും. ഈ 5 സബ്ജക്ട്സിൻ്റെയും കൂടെ ടോട്ടൽ മാർക്കിൽ പെർസെൻറ്റേജ് ആകുമ്പോൾ 75% എബോവ് മാർക്ക് ഉണ്ടോ എന്നത് മാത്രമാണ് JEE മെയിൻസിന് നിങ്ങൾക്ക് IIT, NIT, IITസിലൊക്കെ അഡ്മിഷൻ കിട്ടാനുള്ള ക്രൈറ്റീരിയ. അപ്പോൾ കണ്ടോ, അപ്പോൾ അവിടെ +2 ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാം ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. 75% മാർക്ക്, 75% നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 2 മാസം +2 കുത്തിയിരുന്ന് നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 98% അല്ലെങ്കിൽ 93% മുകളിലേക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ആണെങ്കിൽ 75% എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കോറബിൾ ആയി അല്ലെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോർ തന്നെയാണ്. അപ്പം അത്രയുമേ ശരിക്കും JEEക്ക് അവർ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നുള്ളൂ. അതിന് മുകളിലേക്ക് എത്ര നിങ്ങൾ സ്കോർ ചെയ്താലും 75% ആണ് ബാർ. അതിന് മുകളിൽ എല്ലാവരും ദേ ആർ ഓൾ ട്രീറ്റഡ് ഈക്വലി. അതിനുശേഷം നിങ്ങൾ എത്രത്തോളം കൺസെപ്റ്റ്സ് പഠിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം ആ ഒരു ഷിഫ്റ്റാണ് ശരിക്കും നമ്മൾ ഏറ്റവും ആദ്യമായി ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ
+2 പഠിച്ച പോലെയല്ല, അല്ലെങ്കിൽ +2 ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിച്ച പോലെയല്ല നിങ്ങളൊരു എൻട്രൻസ് എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നും കൺസെപ്ഷൻ്റെ ലെവലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതുപോലെയാണ്. ഈ ചാനൽ ഫോളോ ചെയ്തവർക്കൊക്കെ അറിയാം, നമ്മുടെ ഇപ്പം ഇക്ബാൽ സാറൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളിപ്പം ഇപ്പോൾ സൈലത്തിൽ ഇവിടെ നമ്മളിപ്പോൾ അടുത്ത ജെയുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഫ്രം ദ സ്ക്രാച്ച് ആണ് തുടങ്ങുന്നത്. അതായത് കൺസെപ്റ്റ്സ് ഫ്രം ദ ബേസ് ക്രിസ്റ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻട്രൻസ് പ്രിപ്പറേഷൻ ചെയ്യുന്ന ആരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സോ ഡോണ്ട് കമ്പയർ വിത്ത് യുവർ ബോർഡ് എക്സാംസ്. ജസ്റ്റ് അത് നിങ്ങൾ പാസ്സായി നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാമിൻ്റെ ക്രൈറ്റീരിയ ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യുക. അതിനുശേഷം ഞാൻ ആദ്യം തൊട്ട് നേരത്തെ പറഞ്ഞ പോലെ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ തൊട്ട് ഞാൻ പഠിക്കാൻ റെഡിയാണെന്നുള്ള രീതിയിൽ തന്നെ എൻട്രൻസ് എക്സാംസിനെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ സൈലത്തിലാണെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ ഹൈബ്രിഡ്സ് ബാച്ചാണ് നമ്മുടെ ഓഫ്ലൈൻ ജെഇ സ്കീം എന്ന് പറയുന്നത്. ഇപ്പോൾ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ക്ലാസ്സിൽ വരുന്നു, നിങ്ങൾക്ക് ഒരു ദിവസം ഹോസ്റ്റൽ തന്നെയാണ്, നിങ്ങൾക്ക് അവിടെ നിന്ന് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഇരുന്ന് കാണാം. അപ്പോൾ നിങ്ങളുടെ സെൽഫ് സ്റ്റഡിയാണ് അവിടെ നടക്കുക. അപ്പോൾ നമ്മുടെ ഓൺലൈനിലെ ക്ലാസ്സിൽ സാറുമാരോ ടീച്ചർമാരോ പറയുന്നതനുസരിച്ച് നിങ്ങളത് കേട്ട് സെൽഫ് സ്റ്റഡി നടത്തുകയാണ് ശരിക്കും ആ സംഭവിക്കുക. അതിനുശേഷം ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ പിറ്റേ ദിവസം നമ്മുടെ ക്ലാസ് റൂം മോഡലിൽ സാറുമാരോ ടീച്ചർമാരോ നിങ്ങളത് കൺവേ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം കേട്ടു, പിന്നെ ഒരു പ്രാവശ്യം കൂടെ കേൾക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു മത്സര പരീക്ഷ നേരിടുമ്പം ഈ റിവിഷനും അതേപോലെ തന്നെ ഈ കേട്ട കാര്യങ്ങൾ പിന്നെയും കേൾക്കുന്നതും അതുപോലെ ബേസും സെറ്റാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്കിനി മെയ് 15-നാണ് നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം വീര ജെഇ ബാച്ചസ് ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 15-നാണ്. അപ്പോൾ ഈ മെയ് 15-ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ബേസുകൾ പഠിച്ച് തന്നെയാണ് ശരിക്കും ഈ ക്ലാസ്സുകളുടെ ഫൗണ്ടേഷൻ ഇട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സോ എപ്പോഴും വെൻ യു കമ്പയർ വിത്ത് യുവർ +2 എക്സാംസ്, അപ്പം എപ്പോഴും എനിക്ക് ഇത്ര A+ കിട്ടിയില്ല അല്ലെങ്കിൽ അങ്ങനെ കിട്ടിയില്ല, അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരു വറീഡ് ആവേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. സത്യമാണ്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. കാരണം ജെഇ പോലെയുള്ള എക്സാം ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്കറിയാം, ജോയിൻറ്റ് എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ പ്രമുഖ IITസിലേക്കും NITസിലേക്കും IIITസിലേക്കുമുള്ള പരീക്ഷയാണ്. അത് മാത്രമല്ല ശരിക്കും നിങ്ങളൊരു ജെഇ മെയിൻ അല്ലെങ്കിൽ ജെഇ അഡ്വാൻസ് ലെവൽ പ്രിപ്പറേഷൻ അക്യൂർ ചെയ്യുന്നൊരു കാര്യം. നിങ്ങളിപ്പോൾ ജെഇ മെയിൻസിന് പ്രിപ്പയർ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം എഴുതാൻ ഒരു ബുദ്ധിമുട്ടും നിങ്ങളെ സംബന്ധിച്ചുണ്ടാവില്ല. ഈസിയായി നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ വിവിധ എക്സാമുകളുണ്ട്, അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. നേവി ആർക്കിടെക്ചർ പോലെയുള്ള സ്കീമിലേക്കുള്ള, ഇപ്പോൾ നേവൽ ആർക്കിടെക്ചറിലേക്ക് പോയ മാരിടൈം യൂണിവേഴ്സിറ്റി ഉണ്ട്, അതിൻ്റെ എക്സാമുകൾ നിങ്ങൾക്ക് ജെഇ മെയിൻ്റെ പ്രിപ്പറേഷൻ മതിയാവും. ക്യുസാറ്റ് പോലെയുള്ള മത്സര പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ജെഇ മെയിൻ്റെ പ്രിപ്പറേഷൻ മതിയാവും. ഐസർ, സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ചിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സാണ് ഐസേഴ്സ് എന്ന് പറയുന്നത്. ഐസേഴ്സിൽ പോകാൻ നിങ്ങൾക്ക് ജെഇ മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ ലെവൽ മതിയാവും. അതേപോലെ തന്നെ ഇപ്പം ജെഇ മെയിൻ വഴി തന്നെയാണ് നിങ്ങൾക്ക് എല്ലാം ഡ്രീം ആയിട്ടുള്ള ഇപ്പോൾ ഇസ്രോയിലേക്ക് ISROയിലേക്ക് സയൻറ്റിസ്റ്റുകളൊക്കെ വരുന്നത് ശരിക്കും ഇപ്പോൾ IISc ബാംഗ്ലൂരിൽ നിന്നും IIST ട്രിവാൻഡ്രത്തു നിന്നൊക്കെ ശരിക്കും വരുന്നത്. ഇതെല്ലാം ജെഇ അഡ്വാൻസിൻ്റെ അല്ലെങ്കിൽ ജെഇൻ്റെ ക്രൈറ്റീരിയയുടെ ബേസിലാണ്. അപ്പോൾ ഇറ്റ്സ് എ വാസ്റ്റ് ഫീൽഡാണ് ശരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന കാര്യം, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സയൻസ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിനെ ഫസ്റ്റ് ഫേസ് ചെയ്തേ മതിയാകും. സോ ആ കോമ്പറ്റേറ്റീവ് വേൾഡിനെ ഫസ്റ്റ് ഫേസ് ചെയ്യുമ്പം നിങ്ങളുടെ ഫണ്ടമെൻ്റൽ ഐഡിയ എന്ന് പറഞ്ഞാൽ, യെസ്, ബോർഡ് എക്സാമിന് നിങ്ങൾ ക്വാളിഫൈ ആയോ എന്ന് മാത്രം നോക്കുക, ഫസ്റ്റ് സ്റ്റെപ്പ്. ആ ക്വാളിഫിക്കേഷന് ശേഷം എല്ലാം ഉൾക്കൊണ്ട് പഠിക്കാൻ റെഡി ആയിരിക്കുക. ഫ്രം ദ ബേസ് യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ തന്നെ ഇരുന്നാൽ നിങ്ങൾക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഗ്രഹമുള്ള ഫീൽഡിലേക്ക് നിങ്ങൾക്കൊരു ജോബ് അക്യൂർ ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മുടെ എപ്പോഴും ആഗ്രഹങ്ങളാണ് ശരിക്കും നമ്മളെ മുന്നോട്ട് നടത്തുന്നത്, എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്. സോ ആ ആഗ്രഹങ്ങളിലൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ശരിക്കും ഓരോ ഫൗണ്ടേഷനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലേ? അപ്പോൾ അത് തന്നെയാണ് നമ്മളിവിടെ ഇപ്പം ഈ വരുന്ന ഹൈബ്രിഡ് ബാച്ചിലെ സ്റ്റുഡൻസിനോടും കൺവേ ചെയ്യുന്നതും ഇനി ജോയിൻ ചെയ്യാനിരിക്കുന്നവരോടും കൺവേ ചെയ്യുന്നൊരു കാര്യം. സോ വെൻ യു ആർ അറ്റ് സൈലം, നിങ്ങളുടെ ഫൗണ്ടേഷൻസ് സെറ്റായിരിക്കും. ആ ഫൗണ്ടേഷൻസിൻ്റെ പുറത്തായിരിക്കും നിങ്ങൾ ചോദ്യങ്ങൾ ബിൽഡ് ചെയ്യുന്നതും ഒബ്ജക്റ്റീവ് ലേണിംഗ് നടത്തുന്നതും സബ്ജക്റ്റീവ് ലേണിംഗ് നടത്തുന്നതും എല്ലാം ഈ ഒരു ഫണ്ടമെൻ്റലിൻ്റെ ബേസിൽ തന്നെയായിരിക്കും. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ ബാച്ചസ് ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ഫ്രം May 15. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഇവിടെ ജോയിൻ ചെയ്യുന്ന ഡീറ്റെയിൽസും എല്ലാം തിരക്കിയതിന് ശേഷം ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ജേണി നിങ്ങൾ കണ്ടിന്യൂസ് ആക്കുക. ജേണിയിൽ നിങ്ങൾ ഫൗണ്ടേഷൻ മുതൽ അഡ്വാൻസ് ലെവൽ വരെ പഠിക്കുന്ന കാര്യങ്ങളെ കൺവേ ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇവിടുത്തെ മെൻറ്ററിങ് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുക. സോ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് ഫൈനലി +2 മാർക്ക് ക്വാളിഫയിങ് ആണ്. ഇനിയുള്ളതാണ് നിങ്ങളുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് എന്ന് പറയുന്നത്. അത് ഓർമ്മയിലുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ എവരി വൺ.